മുനാഫിഖ, കള്ള മുനാഫിഖാണ്, വഹാബിയാണ്. ലീഗ് എന്ന സാധനം ആവശ്യമാണ് വിശ്വസിക്കുന്ന ആൾ തന്നെയാനും. പക്ഷേ വഹാബിസത്തെ സുന്നികളുടെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന പണി നിർത്തിയിട്ടില്ലെങ്കിൽ മര്യാദ പഠിപ്പിക്കും. വളരെ ഈ കളിയൊക്കെ നിർത്തണം. നിങ്ങൾ മാനമര്യാദക്ക് ജീവിക്കണം. ലീഗിന്റെ പണി ലീഗ് എടുക്കുക. സമസ്തയുടെ ആലിമീങ്ങളൊക്കെ പോക്കാണ്. ഇതാണോ എന്റെ പണി? ഇതാണോ എന്റെ പണി? എന്നോടോ എനിക്കൊക്കെ ഉള്ള പണി? പറഞ്ഞ റേഷൻ കാർഡ് വെട്ടുന്നതിന് എന്റെ വാപ്പാന്റെ റേഷൻ കാർഡാണോ ഞാൻ ഉണ്ടാക്കിയത്? ഞാൻ ഇന്ത്യൻ സർക്കാരല്ലേ എനിക്ക് റേഷൻ കാർഡ് തന്ന്? ലീഗിന്റെ MLA-മാരെ കയ്യിലാടാ റേഷൻ കാർഡ്. ലീഗിന്റെ കോണി സ്വർഗത്തിലേക്കാണ് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറയുന്നുണ്ട്. അത് ബാപ്പക്കനെ പൂക്കോന്റെ ലീഗാണ്. ഇന്നത്തെ വഹാബിയത്തിനെ താലോലിക്കുന്ന ആ രീതി, വഹാബിയത്തിനെ താലോലിക്കുന്ന രീതി, അത് താലോലിച്ചാൽ മുസ്ലിമത്ത് തകരും. മൂടന്മാരായ പമ്പര തലയിൽ ആൾ താമസമില്ലാത്ത സുന്നികൾ വിചാരിക്കുക നമ്മളെ MLA MP ഒക്കെ സുന്നിയാണ്. അയ്യേ എന്റെ ചുണ്ണികളെ, നിങ്ങളത്ര വലിപ്പുണ്ടല്ലോ. ചിന്തിക്കണം. ഞാൻ അവസാനിപ്പിക്കാണ്. ഇവരെ യഥേഷ്ടം കയറൂരി വിടുക. എനിക്കവരോട് ഒരു വിരോധമല്ല ലീഗിനോട്. ലീഗ് ഈ രാജ്യത്ത് വേണമെന്ന് ആരെക്കാൾ കുതിരശക്തിയിൽ വാദിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ വഹാബിയത്ത് പ്രചരിപ്പിക്കാനാണ് ഇന്ന് ലീഗ് പലപ്പോഴും പണിയെടുക്കുന്നത്. അത് നിർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ നാവുകൊണ്ട് നിങ്ങളെ പണി ഞാൻ തീർക്കും. അതേ സമയത്ത് ഇവിടെ ആവശ്യമുള്ള സാധനമാണത്. അതിന്റെ പണി അതെടുക്കണം, ഇതിന്റെ പണി ഇതെടുക്കണം. മോലിയരെ പണി മോലിയരെടുക്കണം. വഹാബിയുടെ പണി വഹാബി എടുക്കുന്നുണ്ട്. മുസ്ലിയാരെ പണി മുസ്ലിയാരെ എടുക്കണം. ലീഗിന്റെ പണി ലീഗ് എടുക്കണം. ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന സാധനത്തിന്റെ ചെലവിലും ഒത്താശയിലും മാത്രമാണ് കേരളത്തിൽ വഹാബിസം പ്രചരിച്ചിട്ടുള്ളത്. ഇതൊക്കെ ആഴത്തിൽ പഠിച്ചാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കും. യാതൊരു സംശയവുമില്ല. ആർക്കും ഇതിലൊന്നും കൈ കഴുകാനും കഴിയില്ല. ഒരു നിലക്ക് വഹാബിസത്തിന്റെ ഉൽപ്പന്നമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നും പറയാവുന്നതാണ്. അതേ സമയത്ത് അതുണ്ടാക്കിയത് വഹാബികളാണെന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിൽ വഹാബിസം എന്ന സാധനത്തെ കൊണ്ടുവന്നത്, അത് പ്രചരിപ്പിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്ന് ഞാൻ നിങ്ങളെ ചരിത്രം ഉദ്ധരിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തും. ഒരാൾക്കും അത് നിഷേധിക്കാൻ കഴിയില്ല. അത്രയും വലിയ സത്യങ്ങൾ ഒരാൾക്കും നിഷേധിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ ഇന്നും തന്നെ ഈ രാഷ്ട്രീയത്തിന് സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന്റെ പിന്നിൽ നിന്ന് മാത്രമാണ് അവർ പ്രവർത്തിക്കുന്നത്. രാഷ്ട്രീയത്തിന്റെ സൗകര്യമില്ലെങ്കിലോ ഒരു അടിയന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആദ്യത്തെ സംഘടന ഉണ്ടാക്കിയത് ആരാ? വഹാബി. നിർബന്ധാവസ്ഥയിലാണ് സുന്നികൾ മതസംഘടന ഉണ്ടാക്കേണ്ടി വന്നത്. ലോക ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം മതസംഘടന 1912 നവംബർ 18 ഡോക്ടർ ഹൈദർ നാഷിമിന്റെ നേതൃത്വത്തിൽ വഹാബികൾ ഉണ്ടാക്കിയ മുഹമ്മദിയ എന്ന സംഘടനയാണ്. അതിനു മുമ്പ് ലോക ചരിത്രത്തിൽ മുസ്ലിങ്ങൾക്ക് മതസംഘടന ഇല്ല. ഞാൻ അവസാനിപ്പിക്കാണ്. നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ ചിന്തിക്കാൻ വേണ്ടി. അല്ലാഹു വഹബനി റബ്ബി, ഈ താരീഖ് പഠിക്കാൻ അല്ലാഹു എനിക്ക് നൽകിയ തൗഫീഖാണ്. നിങ്ങൾ പഠിക്കുക, നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹിന്റെ കോടതിയിൽ നിങ്ങൾ കുടുങ്ങിപ്പോകും. ഞങ്ങളെ ആരും പേടിക്കാതെ പറഞ്ഞത് സിറാത്ത് പാലത്തിൽ ഉണ്ടാവുക ഏതെങ്കിലും മൂല്യരാണെന്നൊരു അഭിപ്രായം എനിക്കില്ല. അവിടെ മുസ്തഫ നബിന്റെ സഹായം ഉണ്ടാവും. ഞാൻ അള്ളാഹിന്റെ ഹബീബിന്റെ ദീനിന് വേണ്ടി അത് ചെയ്തത്. നിങ്ങളെ ഞാൻ പേടിക്കണമില്ല. നിങ്ങളോടൊക്കെ പെരിയപ്പ് വന്ന് സമ്മതം ചോദിച്ചിട്ട് ഇങ്ങനത്തെ പ്രസംഗം നടക്കാൻ കഴിയൂല. അതുകൊണ്ട് ആരോടും ഞാൻ സമ്മതം ചോദിച്ചിട്ടില്ല. പറയേണ്ടവരോട് രഹസ്യമായി പറഞ്ഞിട്ടുണ്ട്. അവന് സമ്മതമുണ്ട്. അത് സാലിഹ്യങ്ങളാണ്, ഒരു സുന്നികളാണ്. ഇത്രേ ആവശ്യമുള്ളൂ. അതൊക്കെ ഭംഗ്യന്തരേണ്. നീ സമ്മതം ചോദിച്ചാലും ഭംഗ്യന്തരേണ്. വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വേണമെന്ന് ഞാൻ പറയും. എന്തുകൊണ്ട്? ആ കൊല്ലങ്ങൾ അനവധി ഞാൻ പഠിച്ചൊരു വിവരത്. ഈ വിവരം ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ സമൂഹത്തിൽ വെളിച്ചം കാണൂല. എനിക്ക് സമാനം വേറൊരാൾ ഇത് പറഞ്ഞതായി ഞാൻ കേട്ടിരുന്നെങ്കിൽ ഞാനിത് പറയില്ല. ഒരു നിർബന്ധ ബാധ്യത പോലെ, നേർച്ച പോലെ ചെയ്തൊരു അമലാണ്. അതിനെല്ലാ സൗകര്യവും എൻ്റെ റബ്ബ് എനിക്ക് ചെയ്തു തന്നു. അള്ളാഹുവിൻ്റെ മലക്കുകളും ഭൂമിയിലെ സ്വാലിഹ്യങ്ങളും ദുആ ചെയ്യുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഇതെല്ലാവരും രക്ഷ എനിക്കില്ല. അതിനുശേഷം നിങ്ങൾ വഹാബിയത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഈ പണി നിർത്തിയിട്ട് നിങ്ങൾ സുന്നികൾ കൊണ്ട് ഒന്നും ചെയ്യേണ്ട. വഹാബികളെ പ്രൊമോട്ട് ചെയ്താൽ മതി, ചെയ്യാതിരുന്നാൽ മതി. അവർ മുസ്ലിം ഉമ്മത്തിനെ ദ്രോഹിച്ചവരാണ്. അവർ കുലദ്രോഹികളാണ്. അവർ കുലദ്രോഹികളാണടാ MLA, അവർ കുലദ്രോഹികളാണടാ MP.
രാജ്യത്തിന് ഒരു ഭീഷണിയാ സലഫികൾ. അവരാരാ? ടെററിസ്റ്റുകൾ. വഹാബികൾ അവരാരാ? ടെററിസ്റ്റുകൾ. മുഹമ്മദ് അബ്ദുൽ വഹാബായ തെമ്മാടിയായ ക്രൂരനായ കള്ളനായ ടെററിസ്റ്റ് അല്ലതാരാ? പഠിക്കണ ചരിത്രം. അതുകൊണ്ട് ഇനിയും നിങ്ങൾ വഹാബിയത്തിനെ നെഞ്ചേറ്റിയാണ് സലഫി കുട്ടികളെ നടക്കുന്നെങ്കിൽ നമുക്ക് അള്ളാന്റെ കോടതിയിൽ കാണാം. എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു. പിന്നെ എന്റെ കൂട്ടത്തിലെ ചില മൗലാനന്മാരെ കൈകാര്യം ചെയ്യാനുണ്ട്. അത് ഇൻഷാ അള്ളാഹ് അപ്പണി ഞാൻ ഭൂമി തന്നെ ചെയ്യും. നിങ്ങളെ പണി നമുക്ക് പരലോകത്ത് നിന്ന് കാണാം. മൗലാനന്മാരെ ഞാൻ കൈകാര്യം ചെയ്യും ഇൻഷാ അള്ളാഹ്. എനിക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ, മൈക്കന്റെ മുന്നിൽ ഇരുന്ന പിന്നെ ഒരാൾ പോയി ഉണ്ടാവില്ല. അത് ഞാൻ എല്ലാവരും ഉസ്താദ് ഉസ്താദ് എന്നൊക്കെ പറയും. മൈക്കന്റെ മുന്നിൽ ഉസ്താദ് ഉണ്ടാവില്ല, വിഷയമുണ്ടാവില്ല. എന്റെ റബ്ബി എനിക്ക് തന്ന ഒരു മൗഹിബത്താണ്. തെറ്റെന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. ഈ 24 പ്രസംഗം വഹാബിസത്തിന്റെ മിലിറ്റൻസിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വഹാബിസം തകർത്ത ഖിലാഫത്തിനെ പറ്റി 21 പ്രസംഗമായി. ഇനി കുറച്ച് പ്രസംഗം വേറെയും വരുന്നുണ്ട് ഇൻഷാ അള്ളാഹ്. ഒരു തെറ്റുണ്ടെങ്കിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ചൂണ്ടിക്കാണിച്ചാൽ തെറ്റ് ഞാൻ തിരുത്തും. ഒരു തെറ്റ് ബഹുമാനപ്പെട്ട സമസ്തക്ക് ഈ പറഞ്ഞ ചരിത്രത്തിൽ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ സമസ്തയുടെ ഉലമാക്കളിൽ അഹ്ലുസ് സുന്നയെ നെഞ്ചോട് ചേർത്തിയ സയ്യിദുമാരുടെ ഉലമാക്കളും ഇന്നും സമസ്തയിലുണ്ട്. അവർ ചൂണ്ടിക്കാണിച്ചാൽ ഉടനെ ഞാൻ തിരുത്തും. തിരുത്തേണ്ടി വരില്ല. ഒട്ടകത്തിന്റെ തല സൂചിയുടെ ദ്വാരത്തിൽ കയറിയാലും ഈ പറഞ്ഞ താരീഖ് തിരിച്ചേണ്ടി വരില്ല. അത്രയും ബലപ്പെട്ട കണ്ടന്റ് എന്റെ കയ്യിലുണ്ട്. റബ്ബന